Starting a new business. Basic factors. The success of a business depends largely upon the ability of the starters of the business to anticipate problems and solve them with minimum cost. In the modern business world, it is very true, as the competition is very tough and risks are high. For starting a new business, the following basic factors should be taken into consideration. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിനുള്ള അടിസ്ഥാന ഘടകങ്ങൾ. ഒരു ബിസിനസിൻ്റെ വിജയം പ്രധാനമായും പ്രശ്നങ്ങൾ മുൻകൂട്ടി അറിയാനും അവ കുറഞ്ഞ ചെലവിൽ പരിഹരിക്കാനുമുള്ള ബിസിനസ് തുടങ്ങുന്നവരുടെ കഴിവിനെ ആശ്രയിച്ചിരിക്കുന്നു. ആധുനിക ബിസിനസ്സിൽ ഇത് വളരെ ശരിയാണ്, കാരണം മത്സരം വളരെ കഠിനവും ഉയർന്ന റിസ്ക് ഉള്ളതുമാണ്. ഇനി പറയുന്ന അടിസ്ഥാന ഘടകങ്ങൾ കണക്കിലെടുത്തു വേണം ഒരു പുതിയ ബിസിനസ് ആരംഭിക്കേണ്ടത്. One, selection of line of business. It is an important factor to be considered before selecting a business. This means selection of nature and type of business to be undertaken. While selecting the nature and type of business, should consider the possibility of profit, consumers' preferences, technological knowledge, and the interest of the entrepreneur. 1. ഏത് ബിസിനസ് വേണം എന്ന തിരഞ്ഞെടുപ്പ്. ഒരു ബിസിനസ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് പരിഗണിക്കേണ്ട ഒരു പ്രധാന ഘടകമാണിത്. ഇത് അർത്ഥമാക്കുന്നത് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ബിസിനസിൻ്റെ സ്വഭാവവും തരവും എന്നതാണ്. ലാഭസാധ്യത, ഉപഭോക്താക്കളുടെ മുൻഗണനകൾ, സാങ്കേതിക പരിജ്ഞാനം, സംരംഭകന്റെ താൽപ്പര്യം തുടങ്ങിയവ പരിഗണിച്ചായിരിക്കണം ബിസിനസിൻ്റെ സ്വഭാവവും തരവും തിരഞ്ഞെടുക്കേണ്ടത്. Second one, the size of business or scale of operation. The starters of the business have to decide whether the proposed business will be small scale, medium, or large in size. If they are confident that the proposed product will have good demand and can arrange required capital, they can start a business at a large scale. If the market conditions are uncertain and risks are high, a small size business would be a better choice. 2. ബിസിനസിൻ്റെ വലിപ്പം. ബിസിനസ് ആരംഭിക്കാൻ പോകുന്നവർ ഉദ്ദേശിക്കുന്ന ബിസിനസ് യൂണിറ്റ് ചെറുതോ ഇടത്തരമോ വലുതോ എന്ന് തീരുമാനിക്കേണ്ടതുണ്ട്. നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഉൽപ്പന്നത്തിന് നല്ല ഡിമാൻഡ് ഉണ്ടാകുമെന്നും അതിനാവശ്യമായ മൂലധനം ക്രമീകരിക്കാൻ കഴിയുമെന്നും ഉറപ്പുണ്ടെങ്കിൽ അവർക്ക് വലിയ തോതിൽ ബിസിനസ് ആരംഭിക്കാവുന്നതാണ്. അനിശ്ചിതമായ മാർക്കറ്റ് വ്യവസ്ഥയും റിസ്ക് കൂടുതലുമാണെങ്കിൽ ചെറിയ അളവിൽ ബിസിനസ് ആരംഭിക്കുന്നതാണ് മികച്ച തീരുമാനം. Third one, choice of form of ownership. Starters of the business have to select the form of business ownership. That is, to decide the proposed business as sole proprietorship or partnership or joint stock company. Generally, the form will be decided on the basis of the line of business, capital requirements, liability of ownership, division of profit, and legal formalities, etc. 3.
ബിസിനസ് ഉടമസ്ഥതയുടെ രൂപം തിരഞ്ഞെടുക്കുക. ബിസിനസ് ഉടമസ്ഥതയുടെ രൂപം നിശ്ചയിക്കുക എന്നതാണ് മൂന്നാമത്തെ ഘടകം. അതായത് നിർദ്ദിഷ്ട ബിസിനസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തുടങ്ങിയവയിൽ ഏത് രൂപത്തിൽ വേണമെന്ന് തീരുമാനിക്കുക എന്നതാണ്. സാധാരണയായി ബിസിനസ്സിൻ്റെ തരം, മൂലധനത്തിൻ്റെ ആവശ്യകതകൾ, ഉടമസ്ഥർക്ക് വന്നു ചേരാവുന്ന ബാധ്യതകൾ, ലാഭ വിഭജനം, നിയമപരമായ നടപടികൾ തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് രൂപം തീരുമാനിക്കുക. Fourth one, location of business unit. This is a decision regarding the place where the new business will be going to located. Availability of raw materials, labor, water, power, nearness of market, transportation, communication, warehousing, etc. are to be considered while making a choice of location. If the location is not at a suitable place, it will affect the efficiency and profitability of the business. 4. ബിസിനസ് യൂണിറ്റിൻ്റെ സ്ഥാനം. പുതിയ ബിസിനസ് യൂണിറ്റ് സ്ഥിതി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള തീരുമാനമെടുക്കലാണിത്. അസംസ്കൃത വസ്തുക്കൾ, തൊഴിലാളി, വെള്ളം, വൈദ്യുതി, കമ്പോളത്തിനടുത്തുള്ള സ്ഥലം, ഗതാഗതം, ആശയവിനിമയം, വെയർഹൗസിംഗ് തുടങ്ങിയവ പരിഗണിച്ചായിരിക്കണം സ്ഥലം തിരഞ്ഞെടുക്കേണ്ടത്. ലൊക്കേഷൻ അനുയോജ്യമായ സ്ഥലത്തല്ലെങ്കിൽ അത് ബിസിനസിൻ്റെ കാര്യക്ഷമതയെയും ലാഭത്തെയും ബാധിക്കും. Financing the proposition. Consider the availability of finance as capital is another factor to start a new business. It is required to invest in fixed assets, current assets, and for meeting day-to-day requirements. Proper financial planning must be done to determine A. Capital requirements, B. Sources from which capital should be raised, C. Proper utilization of capital. 5. സാമ്പത്തിക കാര്യങ്ങൾ. ഒരു പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ മറ്റൊരു ഘടകമാണ് മൂലധനം എന്ന നിലയിൽ പണത്തിൻ്റെ ലഭ്യത പരിഗണിക്കുക എന്നത്. ഇത് ഫിക്സഡ് അസറ്റിലും കറണ്ട് അസറ്റിലും നിക്ഷേപിക്കാനും ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാനും വേണ്ടിയാണ്. ശരിയായ സാമ്പത്തിക ആസൂത്രണത്തിലൂടെ എ. ആവശ്യമായ മൂലധനം, ബി. മൂലധനം സമാഹരിക്കേണ്ട ഉറവിടങ്ങൾ, സി. മൂലധനത്തിൻ്റെ ശരിയായ വിനിയോഗം തുടങ്ങിയവ നിശ്ചയിക്കേണ്ടതാണ്. Sixth one, physical facilities. It means resources used for converting raw materials into finished goods like machines, equipment, building and other supportive services. It is an important factor and the decision regarding to this factor will depend upon the nature and size of the business, availability of fund and process of production, etc. ഭൗതിക സൗകര്യങ്ങൾ. അസംസ്കൃത വസ്തുക്കളെ ഉൽപ്പന്നങ്ങളായി മാറ്റുവാൻ ഉപയോഗിക്കുന്ന വിഭവങ്ങളായ മെഷീനുകൾ, ഉപകരണങ്ങൾ, കെട്ടിടങ്ങൾ, മറ്റു സഹായ സേവനങ്ങൾ തുടങ്ങിയവയെയാണ് ഇതർത്ഥമാക്കുന്നത്. ഇത് ഒരു പ്രധാന ഘടകമാണ്. ഈ ഘടകവുമായി ബന്ധപ്പെട്ട തീരുമാനം ബിസിനസിൻ്റെ സ്വഭാവം, വലുപ്പം, ഫണ്ടുകളുടെ ലഭ്യത, ഉൽപാദന പ്രക്രിയ
തുടങ്ങിയവയെ ആശ്രയിച്ചിരിക്കും. Seventh one, planned layout. After determining the physical facilities, should draw a layout for plant. It means an arrangement of physical facilities like machines and equipments for producing the products. A good plant layout ensures minimum wastage, better use of available space, safety and security of workers, etc. 7. പ്ലാന്റ് ലേഔട്ട്. ഭൗതിക സൗകര്യങ്ങൾ നിശ്ചയിച്ചതിനു ശേഷം പ്ലാന്റ് ലേഔട്ട് വരയ്ക്കുക എന്നതാണ് ഏഴാമത്തെ ഘടകം. ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ ഭൗതിക സൗകര്യങ്ങളായ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങിയവയുടെ ക്രമീകരണമാണ് ഇതർത്ഥമാക്കുന്നത്. ഒരു നല്ല പ്ലാൻ ലേഔട്ട്, കുറഞ്ഞ പാഴാക്കൽ, ലഭ്യമായ സ്ഥലത്തിൻ്റെ മികച്ച ഉപയോഗം, തൊഴിലാളികളുടെ സുരക്ഷയും സംരക്ഷണവും തുടങ്ങിയവ ഉറപ്പാക്കുന്നു. Eighth one, competent and committed workforce. Every enterprise needs competent and committed workers to do various factory and clerical related jobs. The success of an organization depends upon selecting the right man for the right job. So plans should be made for selecting employees, providing training to them and motivating them to get their best performance. 8. കഴിവുള്ളതും പ്രതിബദ്ധതയുള്ളതുമായ തൊഴിൽ ശക്തി. ഓരോ ബിസിനസ്സിനും വിവിധ ഫാക്ടറി, ക്ലറിക്കൽ അനുബന്ധ ജോലികൾ ചെയ്യുന്നതിന് കഴിവുള്ളതും പ്രതിബദ്ധതയുള്ളതുമായ തൊഴിലാളികളെ ആവശ്യമാണ്. ഒരു സ്ഥാപനത്തിൻ്റെ വിജയം നിശ്ചയിക്കുന്നത് ശരിയായ ജോലിക്കായി ശരിയായ വ്യക്തികളെ തിരഞ്ഞെടുക്കുന്നതിനെ ആശ്രയിച്ചാണ്. അതിനാൽ തൊഴിലാളികളെ തിരഞ്ഞെടുക്കുന്നതിനും അവർക്ക് പരിശീലനം നൽകുന്നതിനും അവരുടെ പ്രകടനം മികച്ചതാക്കുവാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നതിനും പ്ലാനുകൾ തയ്യാറാക്കേണ്ടതുണ്ട്. Ninth one, tax planning. It is a decision regarding the tax liability. The founder of the new business has to consider in advance the tax liability of proposed business under various tax laws and its impact on business. 9. നികുതി ആസൂത്രണം. ഇത് നികുതി ബാധ്യതയുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കലാണ്. ആരംഭിക്കാൻ പോകുന്ന പുതിയ ബിസിനസ്സിൻ്റെ സ്ഥാപകൻ വിവിധ നികുതി നിയമങ്ങൾ അനുസരിച്ച് നിർദ്ദിഷ്ട ബിസിനസ്സിൻ്റെ നികുതി ബാധ്യതയും ബിസിനസ്സിൽ അത് ചെലുത്തുന്ന സ്വാധീനവും മുൻകൂട്ടി പരിഗണിക്കേണ്ടതുണ്ട്. Tenth one, launching the business. After deciding the above stated factors, the businessman can go ahead with the actual launching of the business enterprise. It means bringing together various resources, take steps to do legal formalities, start the production process, and initiate sales promotion activities, etc. If everything goes well, then the business runs smoothly and start making profits. 10. ബിസിനസ് സമാരംഭിക്കുന്നു. മേൽപ്പറഞ്ഞ ഘടകങ്ങൾ തീരുമാനിച്ചതിന് ശേഷം ബിസിനസ്മാൻ ബിസിനസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ നടപടികളുമായി മുന്നോട്ട് പോവുക എന്നതാണ് ചെയ്യേണ്ടത്. ഇത് അർത്ഥമാക്കുന്നത് വിവിധ വിഭവങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക, ഉൽപാദന പ്രക്രിയ ആരംഭിക്കുക, വിൽപ്പന വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയവയാണ്.
എല്ലാം ശരിയായി നടന്നു കഴിഞ്ഞാൽ ബിസിനസ് സുഗമമായി പ്രവർത്തിക്കുകയും ലാഭമുണ്ടാക്കുകയും ചെയ്യുന്നു.